പ്രധാന വാർത്തകൾ. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ 1-ാം പ്രതി പിടിയിൽ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സവാദിനെ NIA പിടികൂടിയത് കണ്ണൂരിൽ നിന്ന്. പ്രതി ഒളിവിൽ കഴിഞ്ഞത് 13 വർഷം. പ്രതിയെ കൊച്ചിയിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കോഴ ആവശ്യപ്പെട്ടത് വിവാദത്തിൽ. കൊടിയത്തൂർ പഞ്ചായത്ത് മെമ്പർ കരീം പഴങ്കലിനെതിരെ പാർട്ടി അന്വേഷണം. കോഴ ആവശ്യപ്പെട്ടത് പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിന്. ശബ്ദ സന്ദേശം പുറത്ത്. നിയമത്തിലൊക്കെ വലിയ പൈസ വാങ്ങാറുണ്ട്. പഞ്ചായത്തിൽ ഒരുപാട് ആവശ്യം ഉണ്ടാവുമല്ലോ. എനിക്ക് വേണ്ട, നിങ്ങൾക്കുള്ളത് എന്റെ അയലോക്കത്തുള്ള യൂഡിഎഫിന്റെ പരിപാടിക്ക് പറഞ്ഞ ഉദ്ദേശം അല്ല. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ്. ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. UDF നേതൃയോഗം തിരുവനന്തപുരത്ത്. അറസ്റ്റ് ചെയ്താൽ ചിലർക്ക് രോഗം വരുമെന്ന് പരിഹസിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർ. സിറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. അന്തിമ തീരുമാനം വത്തിക്കാന്റേത്. മാലദ്വീപ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന തീരുമാനം പിന്നീട് ആലോചിച്ച് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം. തെരഞ്ഞെടുപ്പിന് മുമ്പ് സന്ദർശനാനുമതി നൽകാൻ സാധ്യത. ശതാഭിഷേക നിറവിൽ ഗാനഗന്ധർവൻ. മഹാഗായകന് ഇന്ന് 84-ാം പിറന്നാൾ. ആശംസകൾ അറിയിച്ച് സംഗീതലോകം.